ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇടിമാങ്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയാറില്ല, ഒരു വെള്ളച്ചാട്ടം. ഞാനൊക്കെ ഇത്ര നാളായിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ടാകാം. അവിടുത്തെ കാഴ്ചകളും കണ്ട് നമുക്കിത് പോരാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇടിമാങ്കുഴിയിലോട്ട് വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അങ്ങോട്ട് പോകാണ്ട് നേരെയുള്ള വഴിയില്ല. നമ്മൾ ഇവിടെ ഒരു മുകളിലൊരു തിരിച്ചു വരുമ്പോൾ കാണിക്കാം, മുകളിലൊരു വീടുണ്ട്. ആ വീട്ടിൽ വണ്ടി വെച്ചിട്ട് ആ വീടിൻ്റെ സൈഡ് വഴി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തോട്ട് പോകാം. ഈ റബ്ബർ തോട്ടത്തിൽ കൂടെയാണ് താഴത്തോട്ട് പോകേണ്ടത്. ഇടിമാങ്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു വലിയ വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനില്ല, ഒരു ചെറിയ വെള്ളം, നമ്മുടെ നാട്ടിൻപുറത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇടിമാങ്കുഴി വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് നമ്മുടെ ഇടിമാങ്കുഴി വെള്ളച്ചാട്ടം കണ്ടല്ലോ എല്ലാവരും. ചെറുതാണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ. കാരണം ഒരു കാടിൻ്റെ പ്രതീതി നൽകിക്കൊണ്ട് മൊത്തം റബ്ബറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു നമ്മളൊരു കാട്ടിലെ ഒരു വെള്ളച്ചാട്ടത്തിൽ നിൽക്കുന്ന ഒരു ഫീലിംഗാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും. വേറെ മറ്റ് പ്രദേശത്ത് വേറെ ഒന്നുമില്ല, ബിൽഡിങ്ങുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനടുത്തായിട്ട് മൊത്തം റബ്ബർ തോട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എന്നാക്കിയാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ. കാരണം ഇവിടെ വരാണ്ട് ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിന് മുമ്പിൽ നമ്മൾ ആനക്കല്ല് മലയുടെ ഒരു ചെയ്തിരുന്നു. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്, ആനക്കല്ല് മലയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഇടിമാങ്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആനക്കല്ല് മല വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇടിമാങ്കുഴിയുടെ കണ്ടേച്ചിട്ട് പോകാമെന്നാണ് വരുന്നവർക്കെല്ലാം. കാരണം രണ്ടും നല്ല മനോഹരമായ സ്ഥലമാണ് രണ്ടും. ആനക്കല്ല് മല നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പോൾ അതിനോട് ചേർന്നുള്ളൊരു പ്രദേശം തന്നെയാണിത്. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.